നിലമ്പൂരിലെ ഇടത് വലത് മുന്നണികൾ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെയും CPM PDPയെയും കൂട്ടുപിടിച്ചു. ബി.ജെ.പി. മുന്നോട്ടുവച്ചത് വികസനത്തിന്റെ രാഷ്ട്രീയമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മിഷൻ 2025 വികസിത കേരളം യോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ഈ വികസിത കേരളം കൺവെൻഷനിൽ അന്ന് പ്രഡിക്റ്റ് ചെയ്ത കാര്യം ഇന്ന് അത് സത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണത്? അവര് വികസനമല്ല വിട്ട് പ്രീരണം, നോണ, ജനങ്ങളെ പേടിപ്പിക്കുക, അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി പേടിപ്പിക്കുക, വേറെ എല്ലാ ഇഷ്യൂസും മുമ്പോട്ട് വെച്ച് എങ്ങനെയെങ്കിലും അവർക്ക് ഒരു ഡെസ്പറേറ്റ് ആയിട്ട് ഇലക്ഷൻ ജയിക്കാൻ ഒരു സ്ട്രാറ്റജി അവർ ഉണ്ടാക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞു, അതാണ് സത്യമായിട്ട് നിലമ്പൂർ കണ്ടത്. അപ്പൊ LDF UDF എന്താ ചെയ്തത്? അവര് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പവർ പോളിറ്റിക്സിന്റെ പ്ലേ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഒരു അലയൻസിൽ മത്സരിക്കുക, ലെഫ്റ്റ് PDPന്റെ ഒപ്പം. എന്നിട്ട് ജയം UDFന്റെ കാൻഡിഡേറ്റ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. പക്ഷെ അത് ആര്യാടൻ ഷൗക്കത്താണോ ജയിച്ചത്? ഈ റിസൾട്ടിന്റെ ഒരു അനാലിസിസ് നോക്കിയാൽ ആരെങ്കിലും ഒരു ഡിസ്പാഷൻ, BJP-കാരാവണമെന്ന് ആവശ്യമില്ല, ഒരു മീഡിയക്കാരനാണോ ഒരു അനലിസ്റ്റ് ആണെങ്കിൽ ഈ ഇലക്ഷന്റെ റിസൾട്ട് നോക്കിയാൽ എന്താണ് നമ്മളുടെ അതിന്റെ ഒരു അസസ്മെന്റ്? ഇവിടെ LDFന്റെ വോട്ട് സ്പ്ലിറ്റായി, BJP NDAന്റെ വോട്ട് കുറച്ച് ഇൻക്രീസ് ആയി, വർദ്ധിച്ചു. കോൺഗ്രസ് UDFന്റെ വോട്ട് കമ്മിയായി. ആരാ ജയിച്ചത്? കോൺഗ്രസ് അല്ല, ജമാഅത്തെ ഇസ്ലാമി ജയിച്ചു.